ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഡ്രൈ മാർബിൾ നെയിലായിട്ട് ചെയ്താലോ. ഇത് ചെയ്യാൻ വലിയ സാധനങ്ങൾ ആവശ്യമൊന്നുമല്ലോ. ഒരു രണ്ട് നെയിൽ പോളിഷ് വേണം, പിന്നെ ഒരു സേഫ്റ്റി പിൻ, ടൂത്ത് പിൻ, പിന്നെ ഞാനിപ്പോൾ എടുത്ത പോലത്തെ ഒരു എൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം വേണം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആദ്യം തന്നെ വേറൊരു ഡിസൈൻ കൂടെ കാണുന്നുണ്ടാവും. ഇത് ഞാൻ ഒന്ന് പരീക്ഷിച്ച് ഫ്ലോപ്പായ സാധനമാണ്. ഇത് നല്ലതായിട്ട് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ 2 വിരൽ ചെയ്തിട്ട് ബാക്കിയെല്ലാം നോർമൽ നമ്മളെങ്ങനെ ചെയ്യുന്നത് അതുപോലെ ചെയ്യുമെന്ന് വിചാരിച്ചേ. ഇങ്ങനെ 2 നെയിൽ പോളിഷിനെ കൊണ്ട് നിങ്ങൾ വട്ടം വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സേഫ്റ്റി പിൻ എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്ലവർ ആക്കുന്ന രീതിയിൽ ചെയ്യുക. ഫ്ലവർ ആകുമോ ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, ഞാനും ഫസ്റ്റ് ടൈമാണ്. ചെറുതായിട്ട് എവിടെയോ പണി പാടിയ പോലെയൊരു തോന്നലല്ല, ഇത് പണി പാളി. ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ. പക്ഷെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നോക്കാം. ഇനി നടുക്കൻ്റെ അനിയത്തി കൊണ്ട് പറയുക നെയിൽ പോളിഷ് വെറുതെ കളയണമെന്ന്. കലാപരമായ വല്ല കഴിവുണ്ടോയെന്ന് ഞാൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ കല കണ്ടിട്ടായിരിക്കുമല്ലോ അവൾ പറയുന്നുണ്ടാവും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. നമ്മുടെ റിസൾട്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു പറഞ്ഞില്ലേ, നോക്കാം. പ്ലാസ്റ്റിക്കിലാക്കി സാധനം ഉണക്കിയെടുക്കാൻ കുറച്ച് പണി കിട്ടും. ഞാനത് അരമണിക്കൂർ ഫാനിൻ്റെ മുമ്പിലാക്കിയിട്ടാണ് അത് ഉണക്കിയെടുത്തത്. എന്നിട്ട് ഞാനത് സെപ്പറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ഞാൻ 2ആയി സ്പ്ലിറ്റാക്കി. 2 വിരലിടാണ്ടല്ലോ, 2 വിരലിൽ ഞാൻ വെറുതെ നെയിൽ പോളിഷ് ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ നമ്മുടെ ഈ ഡിസൈൻ ഞാൻ അതിലേക്ക് വെക്കുന്നത്. ഇങ്ങനെ ഒരു നെയിൽ പോളിഷ് എടുക്കുക, എന്നിട്ട് ഇടുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ. എക്സ്ട്രാ വരുന്ന ഭാഗം ഞാൻ കത്രികയും ടൂത്ത് പിന്നും ഉപയോഗിച്ചാണ് ഒഴിവാക്കുന്നത്. മുകളിൽ വെറുതെ ഹൈലൈറ്റർ വെച്ചിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നൈസായി. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. വലിയ നെയിലാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും തോന്നുന്നു. ഞാൻ ഇപ്പം നെയിൽ കട്ട് ചെയ്തത്. കുഴപ്പമില്ല, നോക്കാം. ഇങ്ങനെയാണ് എനിക്ക് അവസാനം കിട്ടിയത്. നെയിൽ ചെറുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.